നമസ്കാരം, സിബു വൈഷ്ണവ്. സ്മാർട്ട് ഫിറ്റ്നസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടെന്നത് സ്പ്ലിറ്റ് റൊട്ടീനെക്കുറിച്ചും ഫുൾ ബോഡി റൊട്ടീനെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബേസിക് റൂൾസ് എങ്ങനെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ സ്പ്ലിറ്റ് ബോഡി വർക്കൗട്ടിൻ്റെ ബേസിക് റൂൾസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്പ്ലിറ്റ് ബോഡി വർക്കൗട്ട് റൊട്ടീൻസ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില ബേസിക് റൂൾസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ബേസിക് റൂളാണ് അസസ് വീക്ക്നെസ്സസ്. നമ്മുടെ വീക്കായിട്ടുള്ള ബോഡി പാർട്ടിൽ ഏതൊക്കെയാണെന്ന് അസസ് ചെയ്യാൻ സാധിക്കുക, അതിന് വർക്കൗട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ബേസിക് റൂള്. ഇപ്പം പലർക്കും പല രീതിയിലും പല ബോഡി പാർട്സുകളും വീക്കാണ്. പല മസിൽസും അവർക്ക് വീക്കായിരിക്കും, പല മസിൽസും അവർക്ക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ വീക്ക്നെസ് ഉണ്ടാകുന്നത് പല റീസൺ കൊണ്ടുണ്ടാവാം. മേ ബി അത് ചിലപ്പം ഒരു ഇഞ്ചുറി കൊണ്ടാകും, പ്രീവിയസ് ഇഞ്ചുറി കൊണ്ട് ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓവർ യൂസ് കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ കൂടുതൽ യൂസ് ചെയ്തങ്ങനെ ഓവർ യൂസ് ആയിട്ട് ഉണ്ടാകുന്ന വീക്ക്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില മസ്കുലാർ ഇംബാലൻസുകളായിരിക്കാം. അപ്പം ചിലരുടെ പ്രൊഫഷൻ അനുസരിച്ച്, അവരുടെ ജോലിക്കനുസരിച്ച്, അവരുടെ ജോലിയുടെ നേച്ചർ അനുസരിച്ച് ഒരുപാട് മസിൽസ് വീക്ക്നെസ് ഉണ്ടായിരുന്നിരിക്കാം. കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന, കമ്പ്യൂട്ടറിലൊക്കെ കൂടുതൽ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ചില മസിൽസൊക്കെ ടൈറ്റ് ആയിരിക്കും, ചില മസിൽസൊക്കെ അവർക്ക് വീക്കായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് ഒക്കെ വീക്കായിരിക്കും, ഹിപ്പ് ഫ്ലെക്സേഴ്സ് എന്നൊക്കെയുള്ള മസിൽസൊക്കെ ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഏതാണോ നമ്മുടെ വീക്ക്നെസ്, അല്ലെങ്കിൽ നമ്മൾ വീക്കായിട്ടുള്ള മസിൽ ഗ്രൂപ്പ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് പ്രയോറിറ്റി കൊടുത്ത് ചെയ്യുന്ന വർക്കൗട്ട്സാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ബാലൻസിങ് ഒരു പ്രശ്നമാണ്. ചിലപ്പം 2 കാലിൽ നിൽക്കാൻ സാധിക്കും, ചിലപ്പം ഒരു കാലിൽ ലിഫ്റ്റ് ചെയ്താൽ അവർ മറിഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ കോർ മസിൽ വീക്കായതുകൊണ്ടായിരിക്കാം. അപ്പം കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വർക്കൗട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഏതാണോ നമ്മുടെ വീക്ക് ഏരിയ, വീക്ക് മസിൽസ് ഏതാണോ ആ മസിൽസിന് ഫോക്കസ് ചെയ്ത് അതിന് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് പ്രധാനമായിട്ടും വേണ്ടുന്നത്. നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ വർക്ക് ബിഗ് ടു സ്മാൾ. ഒരു വലിയ മസിൽ ഗ്രൂപ്പിൽ നിന്നും ചെറിയ മസിൽ ഗ്രൂപ്പിലേക്ക് ഉള്ള വർക്കൗട്ട്. അതായത് നമ്മൾ ഒരു ദിവസത്തെ വർക്കൗട്ട് നമ്മൾ ചെയ്യുമ്പം പ്രധാനമായിട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മസിൽ ഗ്രൂപ്പ് കാണും. അതിപ്പം വലിയ മസിൽ ഗ്രൂപ്പായിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ചെറിയ മസിൽ ഗ്രൂപ്പിലേക്ക് വരാൻ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമ്മൾ ചെസ്റ്റിനുള്ള വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ പെക്ട്രാലിസ് മേജർ എന്ന് പറഞ്ഞ മസിൽസാണ് ചെസ്റ്റിൻ്റെ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ പെക്ട്രാലിസിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പെക്ട്രാലിസിനുള്ള വർക്കൗട്ട് കൊടുക്കുക. സപ്പോസ് ഇപ്പോൾ ബെഞ്ച് പ്രസ്, ഇപ്പോൾ നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുമ്പം അതിന് നമ്മുടെ സെക്കൻഡറി മസിൽസായ ട്രൈസെപ്സും ഷോൾഡറും അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പം പെക്ട്രാലിസിന് ഉള്ള വർക്കൗട്ട് കൊടുക്കുമ്പം സെക്കൻഡറി മസിൽസ് ഇൻവോൾവ് ആവുന്നതുകൊണ്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പെക്ട്രാലിസിനുള്ള വർക്കൗട്ടാണ്. നമ്മൾ തിരിച്ചു കൊടുത്താലോ, ആദ്യം നമ്മൾ ട്രൈസെപ്സിനാണ് വർക്കൗട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഷോൾഡറിനാണ് വർക്കൗട്ട് കൊടുക്കുന്നതെങ്കിൽ പെക്ട്രാലിസിന് കറക്റ്റ് ഇൻറ്റൻസിറ്റി നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. കാരണം ആ മസിൽസ് അപ്പോഴേ ടയർഡാവും. അത് ടയറായി കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതൽ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻറ്റൻസിറ്റിയിൽ നമ്മുടെ ചെസ്റ്റ് മസിലിനുള്ള വർക്കൗട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രൈമറി മസിൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന മസിൽ ഗ്രൂപ്പ്സ് നമ്മുടെ ചെസ്റ്റ് മസിലാണെങ്കിൽ, അല്ലെങ്കിൽ പെക്ട്രാലിസ് മസിൽസ് ആണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സെക്കൻഡറി മസിൽസായ ട്രൈസെപ്സും ഷോൾഡറും അതിനകത്ത് റിക്രൂട്ട് ചെയ്യപ്പെടും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ട്രൈസെപ്സിന് ഷോൾഡറിന് നമ്മൾ ആദ്യം വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെക്ട്രാലിസ് മസിൽസിന് കറക്റ്റുള്ള ഇൻറ്റൻസിറ്റിയിൽ, കറക്റ്റുള്ള വെയിറ്റിൽ നമുക്കത് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പെക്ട്രാലിസ് മസിൽസിനാണ്. വേറെ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ലാറ്റ്സ് മസ്ഡോസി, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിലെ മസിൽ, ലാറ്റ്സിൻ്റെ മസിൽസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഓൾറെഡി ആ വർക്കൗട്ട് ഇപ്പം ലാറ്റ് പുൾ ഡൗൺ വർക്കൗട്ട് കണക്കുള്ള വർക്കൗട്ട്സ് പുള്ളിങ് മൂവ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അവിടെ സെക്കൻഡറി മസിൽസായിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ബൈസെപ്സ് മസിൽസ് ആണ്. അപ്പം ബൈസെപ്സിനും നമ്മൾ ആദ്യം വർക്കൗട്ട് കൊടുക്കരുത്. ആദ്യം നമ്മൾ ലാറ്റ്സ് ചെയ്യുന്ന ദിവസം ലാറ്റ്സിന് ആദ്യം വർക്കൗട്ട് കൊടുക്കുക. ലാറ്റ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പം തന്നെ ബൈസെപ്സ് മസിൽ റിക്രൂട്ട് ആവും. പിന്നെ നമുക്ക് ബൈസെപ്സിന് നമുക്ക് 1-2 സെറ്റ്സ് അഡീഷൻ ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പ്രൈമറി മസിൽ ഗ്രൂപ്പ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ക്വാഡ്രിസെപ്സ് ആയിരിക്കും. കൂടെ ആക്ട് ചെയ്യുന്ന മസിൽസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ട്സ് ആണ്. അപ്പം ഗ്ലൂട്ട്സിന് നമ്മൾ ആദ്യം വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വാട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മെയിനായിട്ട് നമ്മൾ ക്വാഡ്രിസെപ്സിന് വർക്കൗട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് ഗ്ലൂട്ട്സിനും കാഫിനും ഉള്ള വർക്കൗട്ട് നമുക്ക് അതിൻ്റെ കൂടെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതേ കണക്ക് വലിയ മസിൽ ഗ്രൂപ്പ്സിന് നമ്മൾ ആദ്യം വർക്കൗട്ട് കൊടുക്കുക, അതിനെ അസിസ്റ്റ് ചെയ്ത മസിൽ ഗ്രൂപ്പിന് അടുത്ത വർക്കൗട്ട് കൊടുക്കുക. ആ പാറ്റേൺ ആയിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു റിസൾട്ട് കിട്ടാൻ നല്ലത്. സ്പ്ലിറ്റ് റൊട്ടീൻ്റെ അടുത്ത ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഗെറ്റ് പ്ലെൻറ്റി ഓഫ് റെസ്റ്റ് ആണ്. നമുക്ക് ധാരാളം റെസ്റ്റ് കിട്ടും. ഒരു വർക്കൗട്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് റെസ്റ്റിനും. പലരും അത് മനസ്സിലാക്കുന്നില്ല. പലരും ധാരണ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, എല്ലാ ദിവസവും പോയി എല്ലാ ബോഡി പാർട്ടിനും വർക്കൗട്ട് ചെയ്ത് ഹെവി ആയിട്ടും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പലരും ധാരണ. അത് തെറ്റാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്ത് ഒരു മസിൽ ഗ്രൂപ്പിന് നല്ല രീതിയിൽ ഹിറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിക്കവറി ഫേസ് ഉണ്ട്.
അതിന് റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് ഇഞ്ചുറി ഉണ്ടാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് ആ മസിലിന് കിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് മൺഡേ അല്ലെങ്കിൽ ഡേ 1 മൺഡേ ഞാനിപ്പോൾ ചെസ്റ്റിന് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ചെസ്റ്റിന് ഞാൻ ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്തു. ചെസ്റ്റിൻ്റെ വർക്കൗട്ടിൻ്റെ കൂടെ എൻ്റെ ട്രൈസെപ്സും ഷോൾഡറും റിക്രൂട്ടായി. അപ്പം ചെസ്റ്റിൻ്റെ കൂടെ ഞാൻ ട്രൈസെപ്സും ഷോൾഡറും വർക്കൗട്ട് ചെയ്തു. അപ്പോൾ മൺഡേ ഞാൻ ഹെവി ആയിട്ട് ചെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ ഞാൻ ഒരു കാരണവശാലും ചെസ്റ്റിൻ്റെ മസിൽസോ അല്ലെങ്കിൽ ട്രൈസെപ്സിൻ്റെ മസിലിനോ ഷോൾഡറിൻ്റെ മസിലിനോ ലോഡ് കൊടുക്കാൻ പാടില്ല. ആ മസിൽ ഇൻവോൾവ് ചെയ്യാത്ത അടുത്ത ഗ്രൂപ്പിന് വേണം ചെയ്യാൻ. എക്സാമ്പിൾ ഞാൻ പറയാം. ട്യൂസ്ഡേ എനിക്ക് ചെയ്യാൻ പോകുന്ന ഒന്നെങ്കിൽ ലെഗ്സ് ചെയ്യാം, ലെഗ്സ് അതിനകത്ത് പെടുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ബാക്ക് മസിൽ ചെയ്യാം. ബാക്ക് ചെയ്യുമ്പോൾ ലാറ്റ് മസിലോസിക്കും ബൈസെപ്സിനാണ് റിക്രൂട്ട്മെൻറ്റ് കിട്ടുന്നത്. അപ്പം മൺഡേ കിട്ടിയ മസിൽസിന് റിക്കവറി ഫേസ് ആവും. അതിനൊരു 24 to 48 അവേഴ്സോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റൻസിറ്റി കൂടുതലാണെങ്കിൽ അതിന് 72 അവേഴ്സ് എങ്കിലും അല്ലെങ്കിൽ 3 days എങ്കിലും നമുക്ക് റിക്കവറി കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള റിക്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് റിക്കവറി കൊടുത്ത് ആ മസിൽസിന് കറക്റ്റ് ന്യൂട്രീഷ്യസും പ്രോട്ടീനുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ മസിൽ ഗ്രോത്ത് ഉണ്ടാവും, മസിലിന് സ്ട്രെങ്ത് ഉണ്ടാവും, ഇഞ്ചുറി ഉണ്ടാവാതെ നല്ല രീതിയിൽ നമുക്ക് വെൽ ബാലൻസ്ഡായ ബോഡി ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്പ്ലിറ്റ് റൊട്ടീൻ്റെ ബേസിക് റൂൾസുകൾ. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ആ സ്പ്ലിറ്റ് റൊട്ടീൻ എന്താണ്, ഫുൾ ബോഡി റൊട്ടീൻ എന്താണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്